കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ നിലയിൽ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലരും സഹോദരിമാരൊക്കെ അവരുടെ സാക്ഷ്യവും അവരുടെ ആഗ്രഹവും നമ്മുടെ കൂടിവരവുകളിൽ പ്രസ്താവിച്ചത് നാം എല്ലാവരും ശ്രദ്ധിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഒരു പ്രത്യേക ദിവസങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അവർ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചതിനെപ്പറ്റി പറയുകയുണ്ടായി. അതുമാത്രമല്ല, അവർ രക്ഷിക്കപ്പെട്ടതിൻ്റെ ആ അടിസ്ഥാനത്തിൽ അവർക്ക് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളതും സഭയുടെ മുമ്പാകെ പറയുകയുണ്ടായി. അത് വലിയ ഒരു സന്തോഷമാണ്, സഭയ്ക്ക് വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് വളരെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതുതന്നെ സഭയുടെ ഒരു വളർച്ചയുടെ ഒരു ഘടകമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ നിലയിൽ ദൈവമക്കളായി തീരുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത പ്രിയ കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കാരണം ഏറ്റവും നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായ ജലത്തിൽ സാക്ഷീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു പദവിയായിട്ട് ശ്രേഷ്ഠതയായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന സ്നാനത്തിൻ്റെ പ്രത്യേകതകളെ പറ്റിയാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നു. നമുക്കൊരു പ്രാരംഭമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യും. നമ്മുടെ വാഴ്ത്തപ്പെടുന്നതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് നമുക്കിവിടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ 33 തിരുവെഴുത്ത് വരെ പാർത്തിരുന്നു. അവസാനമായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ്, വലിയൊരു ശുശ്രൂഷയാണ്. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതിനുശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ വിശ്വസിക്കുന്നവരെ എന്തു ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അവിടെ തന്നെ കർത്താവ് പഠിപ്പിക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കാൻ കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവിടെ എടുത്തു പറയേണ്ടായിരിക്കുന്ന വിഷയം, ആ ശുശ്രൂഷയുടെ ആയിരിക്കുന്ന പ്രത്യേകത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ളതായിരിക്കുന്ന ഉപദേശമാണ് അവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. നാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് പ്രധാനമായിട്ട് 2 ഓർഡിനൻസസ്, 2 ഉപദേശങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റുള്ള സഭകൾ പല നിലകളിൽ പഠിപ്പിക്കാറുണ്ട്, പല ഉദാശകളെ പറ്റി അവർ പഠിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പുതിയ നിയമസഭയ്ക്ക് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഉദാശകൾ മാത്രമാണ്, 2 ഓർഡിനൻസസ് മാത്രമാണ് ഉള്ളത്. ഒന്ന് സ്നാനവും മറ്റൊന്ന് കർത്താവിൻ്റെ തിരുമേശയും എന്നാണ്. എന്നാൽ ഇവിടെ കാണാൻ കഴിയുന്നത് ജലസ്നാനം എന്ന് പറയുന്നത് നമ്മുടെ അനുവാദത്തോടുകൂടി, നമ്മുടെ അറിവോടുകൂടി, നമ്മളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടും നമ്മുടെ പെർമിഷനോട് കൂടിയാണ് അത് നടക്കുന്നത്.
അത് നമ്മൾ ഒരു ആവശ്യമേ നടക്കുന്നുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ തിരുമേശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോളം അത് ആചരിക്കേണ്ടതാണ്. കർത്താവ് ഇങ്ങനെയാണ് കൽപ്പിച്ചത്, ഞാൻ വരുവോളം നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. ഈ രണ്ട് കൽപ്പനയാണ് കർത്താവ് പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലിക ഉപദേശം കൂടിയാണത്. 1-ാം നൂറ്റാണ്ട് മുതൽ നാം ജീവിച്ചിരിക്കുന്ന ഈ കാലയളവ് വരെ പുതിയ നിയമസഭ അതിന് യാതൊരു വിഘ്നവും കൂടാതെ, തടസ്സം കൂടാതെ വളരെ അനുഗ്രഹമായ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ശുശ്രൂഷകളാണ്. നാം ഈ സ്ഥാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അധികം വിശാലമായിട്ട് കടന്നു പോകുന്നില്ല. ഒരുപാട് തിയറികളും ഒരുപാട് പ്രാക്ടീസസും ഉണ്ട്. അതിലോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. വളരെ സംക്ഷിപ്തമായിട്ട് അത്യാവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഇന്ന് രാത്രി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആഴമായിട്ട് പോകേണ്ടായിരിക്കുന്ന ആവശ്യങ്ങളില്ല. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഈ സ്ഥാനപ്പെടുന്ന പ്രിയപ്പെട്ടവർ അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ടച്ച് ചെയ്ത് പോകത്തുള്ളൂ. സ്നാനം എന്ന് പറയുന്ന ബാപ്റ്റിസം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് യവന ഭാഷയിലെ ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഈ ബാപ്റ്റിസോ അഥവാ സ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം ടു പ്ലങ്ക്, ടു ഡിപ്പ്, ടു ഇമേഴ്സ്. അഥവാ ഒരാളെ വെള്ളത്തിൽ മുക്കുക, വെള്ളത്തിൽ താഴ്ത്തുക എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ ഒരാളെ വെള്ളത്തോട്ട് മുക്കുക, താഴ്ത്തുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തിരുവെഴുത്തിലെ ഉപദേശം അനുസരിച്ച്, വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയെ അഥവാ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ വെള്ളത്തിലോട്ട് മുക്കുക, വെള്ളത്തിൽ താഴ്ത്തുക, അതിനുശേഷം പെട്ടെന്ന് തന്നെ അവനെ എടുക്കുക എന്നാണ് ആ ബാപ്റ്റിസം എന്ന പ്രക്രിയ കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിൽ താഴ്ത്തി ഇടുക എന്നല്ല, മുക്കുക, അപ്പോൾ തന്നെ ഉടൻ തന്നെ പൊക്കി എടുക്കുകയും കൂടിയാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് സഭയിൽ സാക്ഷ്യം പറഞ്ഞു. ഞങ്ങളെല്ലാവരും സാക്ഷികളാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിരിക്കുന്ന കടമ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും സ്വർഗത്തിൽ പോകാനായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ഇല്ല. സ്വർഗത്തിൽ പോകാനായിട്ട് എന്ത് കടമകളാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വാസത്തോടുകൂടി അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങൾ സഭയിൽ പറയുകയുണ്ടായി. അത് ഞങ്ങൾ സാക്ഷികളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, ദൈവമക്കളാണ്. നിങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ ഓൾറെഡി കർത്താവ് എഴുതി കഴിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ ഇപ്പോഴായിരിക്കുക. അപ്പോൾ സ്വർഗത്തിലെത്തുവാനായിട്ടുള്ളതായിരിക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കഴിയും. അപ്പോൾ ഇനിയും അടുത്ത ശേഷിക്കുന്നത് അതിനോട് ചേർന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ രക്ഷയെപ്പറ്റി നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള സംശയം അശേഷം പോലും വേണ്ട. ചില സന്ദർഭങ്ങളിലൊക്കെ സംശയങ്ങൾ എങ്ങനെ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ സംശയം പൂർണ്ണമായി മാറ്റുക. ഞാൻ ദൈവമകനാണ്, ദൈവമകളാണ്, അതുകൊണ്ട് ഏത് സമയത്ത് ഞാൻ മരിച്ചാലും സ്വർഗത്തിൽ ഞാൻ ചെന്നിരിക്കും എന്നുള്ളതായിരിക്കുന്ന അടിയുറച്ചതായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതെപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അശേഷം പോലും സംശയം അതിനെപ്പറ്റി ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഞാൻ പോകുമോ പോകത്തില്ലയോ, പോകുമോ പോകത്തില്ലയോ, ആ സംശയം വേണ്ട. കാരണം നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുക, നിങ്ങൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക. ഇനി ആ ഒരു സംശയമേ ഇനി വേണ്ട. ഇനി അടുത്ത ഘട്ടങ്ങളിലോട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതെടുക്കുക. അതാണ് നിങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, ദൈവമകനായി തീർന്നു,
എന്നാൽ സ്നാനപ്പെടുവാനായിട്ട് സമയം കിട്ടിയില്ല. പെട്ടെന്ന് നിർഭാഗ്യവശാൽ മരണത്തിന് കീഴ്പ്പെടുകയുണ്ടായി. ആ വ്യക്തി സ്വർഗത്തിൽ പോകുമോ? പോകും. എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, ദൈവമകനായി തീർന്നു, ദൈവമകളായി തീർന്നു. അപ്പോൾ സ്വർഗത്തിൽ പോകാനുള്ളതല്ല എന്ത് സ്നാനം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ പോകാനുള്ളതല്ല സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകാനായിട്ട് ഒരു സ്നാനം നടന്നു നിങ്ങളിൽ. അത് ഞങ്ങളോട് കടന്നു വരാൻ പോവുകയാണ്. ഒരു സ്നാനം, നമുക്ക് 2 സ്നാനങ്ങളാണ് ഉള്ളത്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനവും മറ്റൊന്ന് ജലത്താലുള്ള സ്നാനം. ഒരു വ്യക്തി എപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ ആ നിമിഷം തന്നെ നാം അറിയാതെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആത്മാവിൽ സ്നാനം കഴിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആത്മസ്നാനം നിർബന്ധമാണ്. ആത്മസ്നാനം നടന്നുവെങ്കിൽ മാത്രമേ ദൈവമക്കളായി തീരുവാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു എപ്പോൾ ഹൃദയത്തിൽ വന്നോ അപ്പോൾ തന്നെ ദൈവാത്മാവ് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായി കഴിഞ്ഞു. അതുകൊണ്ടാണ് മരിച്ചാലും സ്വർഗത്തിൽ പോകുമെന്ന് പറയാനിരിക്കുന്ന കാരണം. ഇനി നമുക്ക് ചില വിഷയങ്ങളിലേക്ക് കടന്നു വരാം. ഈ സ്നാനത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, യഹൂദന്മാരുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള മതപരമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പലവിധമായിരിക്കുന്ന ആചാരങ്ങളും രീതികളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സ്നാനം എന്ന് പറയുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള പ്രാക്ടീസാണ്. വ്യത്യസ്തമായ നിലകളിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. പുരോഹിതന്മാരുടെ ഇടയിലും, കൂടാതെ വസ്ത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങൾ, പാത്രങ്ങൾ, വീട്ടുപകരണങ്ങളൊക്കെ അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ട് കഴുകി വൃത്തിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെ ഈ സ്നാനം ആയിട്ടാണ് അവർ ചിത്രീകരിച്ചിരുന്നത്. ഇവയെല്ലാം തന്നെ ആചാരപരമായിട്ട് കഴുകി വൃത്തിയാക്കുന്ന രീതിയായിരുന്നു. മനുഷ്യരെയും വസ്തുക്കളെയും വസ്ത്രങ്ങളും ഉപകരണങ്ങളുമൊക്കെ ആചാരപരമായിട്ട് കഴുകി വൃത്തിയാക്കുന്നു. അപ്പോൾ വളരെ പഴക്കം ചെന്നായിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, മോശ അഹരോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി എന്ന് വായിക്കും. ഒരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 19-ൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ, യഹോവ മോശയോട്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തിൽ ഒരുങ്ങിയിരിക്കട്ടെ എന്ന് വായിക്കുന്നു. അവിടെ വസ്ത്രങ്ങൾ അലക്കി ആചാരപരമായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ൻ്റെ 3-4 വാക്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ വായിക്കുന്നത്, പാനപാത്രം, ഭരണി, ചെമ്പ് എന്നിവ കഴുകുക പതിവായിരുന്നു എന്നവിടെയും വായിക്കുന്നു. എബ്രായലേഖനം 9-10 വായിക്കുന്നത്, വിവിധ സ്ഥാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ എന്ന് വായിക്കുന്നു. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ പുരോഹിതന്മാരും അവരുടെ വസ്ത്രങ്ങളും വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ ഇങ്ങനെ ആചാരപരമായിട്ട് ഒന്ന് വെടിപ്പാക്കുന്ന ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ ക്രിസ്തീയ സ്നാനത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകനിൽ നിന്നാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. സ്നാപക യോഹന്നാനാണ് സ്നാനം പുതിയ നിയമത്തിൽ ആരംഭിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ന്റെ 21 വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 3:21, മത്തായി 3:13. ജനമെല്ലാം സ്നാനം ഏൽക്കുകയും യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹലോകത്തിൽ പ്രാപനം പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നീ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ഇനി മത്തായി സുവിശേഷം 3:13 കൂടെ വായിക്കും. അനന്തരം യേശു യോഹന്നാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദ്ദാൻ വരെ അവന്റെ അടുക്കൽ വന്നു. ഇവിടെ വായിക്കുന്നത്, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദ്ദാൻ അക്കരെ അവൻ്റെ അടുക്കൽ വന്നു. അവിടെയാണ് പുതിയ നിയമത്തിലെ സ്നാനത്തിന് തുടക്കം കുറിക്കുന്നത്. യോഹന്നാൻ സ്നാപകനാണ് സ്നാനത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്.
അപ്പോൾ ഈ സ്ഥാനത്തിൻ്റെ അർത്ഥം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ലളിതമാണ്. ക്രിസ്തീയ സ്ഥാനത്തിൻ്റെ, ക്രൈസ്തവ സഭയുടെ മുഴുവൻ സ്ഥാനത്തിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയോട് പ്രതീകാത്മകമായിട്ട് അനുരൂപപ്പെടുന്നതിനെയാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പിന്നെന്തുവാ, പുനരുത്ഥാനം എന്നീ പ്രക്രിയകളോട് നാം പ്രതീകാത്മകമായിട്ട് ഏകീഭവിക്കുന്ന, അത് അനുരൂപപ്പെടുന്നതിനെയാണ് സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അതെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ ആന്തരികമായി മാറ്റം സംഭവിച്ച് ഒരു ക്രിസ്തു വിശ്വാസി ആയി തീർന്നിരിക്കുന്നു എന്ന വസ്തുത പരസ്യമായിട്ട് സഭയുടെ മുമ്പാകെ, സാക്ഷികളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയാണ്. അഥവാ ഞാൻ ക്രിസ്തുവിലായി തീർന്നിരിക്കുന്നു എന്ന സത്യം ലോകത്തെ പരസ്യമായിട്ട് ഞാൻ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭ നിങ്ങളുടെ സ്നാനം, ശുശ്രൂഷ നടത്തുവാൻ തക്കണം ആഗ്രഹിക്കുക. അപ്പോൾ സഭയ്ക്ക് അത് ബോധ്യമായി. പക്ഷെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഓൾറെഡി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൽ ആയി കഴിഞ്ഞിരിക്കുക. പക്ഷെ അത് പരസ്യമായിട്ട് സാക്ഷികളുടെ മുമ്പാകെ പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥാനമേൽക്കുമ്പോൾ നിങ്ങൾ പരസ്യമായി പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് പരസ്യമായിട്ട് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ തക്കവണ്ണമാണ് ആഗ്രഹിക്കുക. അത് കർത്താവിൻ്റെ ഒരു കൽപ്പനയായിട്ടാണ് നമുക്കിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ വെള്ളത്തിൽ മുഴുവനുമായി മുങ്ങുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത്, എൻ്റെ പഴയ മനുഷ്യൻ പാപത്തിൽ മരിച്ച് കുഴിച്ചിടപ്പെട്ടു. പഴയ മനുഷ്യൻ ഞാൻ മരിച്ച് കുഴിച്ചിടപ്പെട്ടു. തൽഫലമായി എൻ്റെ പഴയ യജമാനനായിരിക്കുന്ന സാത്താനിൽ നിന്നും ഞാൻ സ്വതന്ത്രനായിരിക്കുന്നു എന്നുള്ളത് സഭയെ നമ്മൾ അറിയിക്കുക ചെയ്യും. അപ്പോൾ പഴയ മനുഷ്യൻ, എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. അതെന്ന് മരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്ന് രക്ഷിക്കപ്പെട്ടുവോ അന്ന് പഴയ മനുഷ്യൻ മരിച്ചു. പക്ഷെങ്കിൽ അത് നിങ്ങളൊന്ന് പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് സഭയുടെ മുമ്പാകെ നിങ്ങളത് പറയുക. അപ്പോൾ വെള്ളത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ പറയുന്നത്, എൻ്റെ പുതിയ മനുഷ്യൻ ആത്മാവിനാൽ ഉയർത്തിരിക്കുന്നു. അഥവാ വിശ്വാസത്താൽ ഞാൻ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ഇപ്പോൾ പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിട്ടു, പുതിയ മനുഷ്യന് ഞാൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു, ഞാനിപ്പോൾ പുതിയ മനുഷ്യനാണ് എന്നുള്ളത് സഭ മുമ്പാകെ പറയുക. അപ്പോൾ ഇതിനകത്ത് 4 കാര്യങ്ങൾ ഓർത്തിരിക്കണം. 4 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുന്ന വിഷയം. ഒന്ന്, പഴയ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായി പിന്തിരിഞ്ഞിരിക്കുന്നു. അതിനോട് ഞാൻ യാത്ര പറഞ്ഞ് പഴയ സകല സ്വഭാവ വിശേഷതകളോട് ഞാൻ യാത്ര പറഞ്ഞിട്ട് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുക. റിപ്പൻറ്റൻസ്, ഒരു വലിയ മാറ്റം, മാനസാന്തരം സംഭവിച്ചു. ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, പഴയ മനുഷ്യനെ ഞാൻ ഉറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. 2, ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. എന്താണ് ചെയ്തത്? പാപസംബന്ധമായി ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 3ാമതായിട്ട് ബറീഡ് വിത്ത് ക്രൈസ്റ്റ്. 3ാമത്തെ കാര്യം പറയുന്നത്, പഴയതെല്ലാം ക്രിസ്തുവിനോട് കൂടി എന്ത് ചെയ്യുന്നു? കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. അതല്ല, ഞാൻ കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. 4ാമതായിട്ട് റിസറക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടി എഴുന്നേറ്റിരിക്കണം. 4 കാര്യങ്ങളാണ് ഈ സ്ഥാനത്തിൽ കൂടി നിങ്ങൾ പ്രസ്താവിക്കുന്നത്. 1, ഞാനൊരു വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കുന്നു, മാനസാന്തരം സംഭവിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്നു. 2, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടി ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നു. 3, ഞാൻ യേശു ക്രിസ്തുവിനോട് കൂടി കുഴിച്ചിടപ്പെട്ടിരിക്കുന്നു. 4ാമതായിട്ട് ക്രിസ്തുവിനോട് കൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ 4 ആത്മീയ സത്യങ്ങളാണ് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്.
ഇനി 3 കാര്യങ്ങൾ കൂടി, 3 യാഥാർത്ഥ്യങ്ങൾ കൂടി എപ്പോഴും ഓർമ്മയിരിക്കണം. 3 യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ, സ്നാനപ്പെടുവാനായിട്ട് വെള്ളത്തിലിറങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു സത്യം ഓർത്തിരിക്കേണ്ടത്, ജീസസ് ഈസ് ഡൈയിങ് ഓൺ ദ ക്രോസ്. ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നു. ഞാൻ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വേറൊരു സൈഡെന്ന് പറയുന്നത് ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നു. രണ്ടാമതായിട്ട്, എന്നെ വെള്ളത്തിലിങ്ങനെ മുക്കുമ്പോൾ, സ്നാനപ്പെടുത്തുന്ന വ്യക്തി എന്നെ വെള്ളത്തിലിങ്ങനെ മുക്കുമ്പോൾ, ജീസസ് ബീയിങ് ബറീഡ്, യേശു ക്രിസ്തുവിനെ അടക്കം ചെയ്യപ്പെട്ടു എന്ന് എന്നെ ഒരാളിങ്ങനെ മുക്കുമ്പോൾ അതിൻ്റെ മറു സൈഡ് ക്രിസ്തുവിനെ അടക്കപ്പെട്ടു. മൂന്നാമതായിട്ട്, എന്നെ വെള്ളത്തിൽ നിന്നും പൊക്കി എടുക്കുമ്പോൾ അതിൻ്റെ മറു സൈഡ് എന്ന് പറയുന്നത് ജീസസ് റൈസിങ് ഫ്രം ഡെഡ്, യേശു ക്രിസ്തു മരണത്തിൽ നിന്നും ഉത്ഥാനം പ്രാപിച്ചിരിക്കുന്നു. അപ്പം 3 ആത്മീയ സത്യങ്ങൾ കൂടി നിങ്ങൾ വിളിച്ചു പറയുക. ഒന്ന്, ക്രിസ്തു കാൽവറിയിൽ മരിക്കുന്നു, അങ്ങനെ ഞാൻ വെള്ളത്തിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നു. 2, ക്രിസ്തുവിനെ അടക്കം ചെയ്തു. അടക്കം ചെയ്യുമ്പോൾ എന്നെ സ്നാനപ്പെടുന്ന വ്യക്തി വെള്ളത്തിൽ എന്നെ മുക്കുന്നു. മൂന്നാമതായിട്ട്, യേശു ക്രിസ്തു മരണത്തിൽ ഉത്ഥാനം പ്രാപിച്ചു, അതെന്ന് പറയുന്നത് എന്നെ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നാം അവിടെ പറയുകയാണ്. ഇനി സ്നാനം, ജലസ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണോ? ജലസ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണോ? നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു. ആവശ്യമാണോ? ഇല്ല. ജലസ്നാനം ഒരിക്കലും രക്ഷയ്ക്ക് ആവശ്യമില്ല. എന്നാൽ അത് രക്ഷിക്കപ്പെട്ടവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ത്? സ്നാനം എന്ന് പറയുന്നത്. അത് ചേർന്ന് പോകുന്ന അനുഭവമാണ്. പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ മകനായി മകളായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ തീർന്നവർ പരസ്യമായി പ്രഖ്യാപിക്കേണ്ടായിരിക്കുന്ന കർത്താവ് നൽകിയൊരു കൽപ്പനയാണത്. അത് നാം അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് ആത്മസ്നാനത്തിൽ കൂടിയാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. പരിശുദ്ധാത്മാവ് നമ്മെ ആത്മാവിനാൽ സ്നാനം കഴിപ്പിച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായിത്തീരുന്നു. അങ്ങനെ ആത്മാവിനാൽ സ്നാനം കഴിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന, ഒഴിച്ചുവിടാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു കടമയാണ്, ഉത്തരവാദിത്വമാണ് പരസ്യമായിട്ട് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുക എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ 2 സ്നാനങ്ങൾ നടക്കുന്നു. ഒന്ന്, ആത്മാവിൻ്റെ സ്നാനം. ഇറ്റ് ഈസ് നോൺ എക്സ്പീരിയൻഷ്യൽ. നാം അതൊന്നും അറിയുന്നില്ല. അതെന്താ കാരണം? അതാര് ചെയ്യുന്ന പ്രവൃത്തിയാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ്. ഒന്ന് മാത്രമേ നാം ചെയ്തുള്ളൂ, നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്തു, ക്രിസ്തു നമ്മളിൽ കടന്നു വന്നു. ബാക്കി കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിന് നമ്മുടെ അനുവാദം ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. നമ്മൾ ഹൃദയം തുറന്നു, ക്രിസ്തു കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ചെയ്തെടുക്കുന്ന പ്രവൃത്തിയാണ്. അതിന് ആത്മസ്നാനമെന്നും വിളിക്കാം, അഭിഷേകമെന്നും പറയാറുണ്ട്, പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും എന്ത് പ്രാപിച്ചവരാണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അവരെല്ലാവരും അഭിഷേകവും പ്രാപിച്ചവരാണ്. ഇനിയും നമ്മളോട് ആരെങ്കിലും ഒരിക്കൽ ചോദിക്കുക, അഭിഷേകം പ്രാപിച്ചാണോ ചോദിച്ചാൽ പെട്ടെന്ന് ചിലരങ്ങ് പാനിക്കായിപ്പോവും. അങ്ങനെ ആവശ്യമില്ല. നിങ്ങളിൽ ആത്മാവ് വസിക്കുന്നു, ആരും നിങ്ങളെ ബുദ്ധി ഉപദേശിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്നു. നമുക്കൊന്ന് വായിക്കാം യോഹന്നാൻ്റെ ലേഖനം, 1 യോഹന്നാൻ 1 യോഹന്നാൻ 3:24 വാക്യം വായിക്കാവോ? 24.
അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അവൻ നമ്മൾ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. ഇനി നമുക്ക് 2:20 വാക്യം വെച്ച് 2:20 വാക്യം. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. ഇനി 2:27 വാക്യം കൂടെ, 26 വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചിരിക്കുക. എന്താണ് വായിക്കുന്നത്? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തന്നിരിക്കും. അപ്പോൾ നാം അഭിഷേകം പ്രാപിച്ചവരാണോ? തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം നാം പ്രാപിച്ചു കഴിഞ്ഞു. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യം. അതെ, അതേ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിക്കാറും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കുന്നതിനാലും അത് നിങ്ങളെ ഉപദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ. ഓക്കെ അവിടെ വ്യക്തമാണ്. അപ്പോൾ അവിടെ ഈ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാനോ മറ്റ് അപ്പോസ്തലന്മാരോ ഒരിടത്തുപോലും സഭയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ കാത്തിരിക്കണം, ആത്മാവിനെ പ്രാപിക്കണം എന്നൊന്നും പറയുന്നില്ല. യോഹന്നാനുടെ ഈ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വാസം ചെയ്യുന്നു. നിങ്ങളെ ആരും ഉപദേശിക്കേണ്ട കാര്യം ഇല്ല. കാരണം ദൈവാത്മാവ് തന്നിരിക്കുന്ന ദൈവാത്മാവ് ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ അത് നമ്മൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്ഷയെപ്പറ്റി യാതൊരു ആശങ്കയുമില്ല. രക്ഷ ക്രിസ്തുവിൽ ഭദ്രമായിരിക്കുക. അതിനെപ്പറ്റി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. യാതൊരു ആശങ്കയ്ക്ക് ആവശ്യമില്ല. നമ്മുടെ ആ കോൺഫിഡൻസ് വർദ്ധിച്ചു വരിക വേണ്ടത്. ഒരു കാരണവശാലും അചഞ്ചലപ്പെട്ടു പോകരുത്. ഇവിടെ കാണാൻ കഴിയുന്നത് പല ഭാഗങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ സ്ഥാനത്തെപ്പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. പല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ആത്മസ്നാനം എന്ന് പറയുന്നത് നാം എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ജലസ്നാനം എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻസ്. അത് നമ്മുടെ അനുവാദം വേണം. നമ്മുടെ അറിവോടുകൂടി വേറൊരു വ്യക്തി നമ്മൾ ചെയ്യുന്നതാണ് ജലസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ സ്നാനവും മറ്റൊന്ന് ജലത്താവുള്ളായിരിക്കുന്ന സ്നാനവും. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഗലാത്യ ലേഖനം 3:27 കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വായിക്കണം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവനെ ധരിച്ചിരിക്കണം. ഇനി 1 കൊരിന്ത്യർ 12:13 വാക്യം, യഹൂദന്മാരോ യവനന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തും ഇരിക്കും. അപ്പോൾ യഹൂദനോ സ്വതന്ത്രനോ ദാസനോ ഒന്നും വ്യത്യാസം കൂടാതെ സകല ആൾക്കാരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റും ഇരിക്കുന്നു എന്ന് വായിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്ഥാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ദൈവവിശ്വാസി ദൈവവൈതലിൽ 2 തരത്തിലുള്ളായിരിക്കുന്ന സ്നാനങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഞാൻ പറയുണ്ടായി, ഒന്ന് ബാപ്റ്റൈസ് ഇൻ ടു ക്രൈസ്റ്റ്, അതായത് അതിനെ ആത്മസ്നാനം എന്ന് പറയും. ക്രിസ്തുവിനോട് ചേരുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്താൽ. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ആകുന്നില്ല, നമ്മുടെ അനുവാദത്തിനോട് ദൈവാത്മാവ് വെയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ദൈവം ചെയ്തെടുക്കുന്ന വലിയ ഒരു പ്രവൃത്തിയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ജലസ്നാനമാണ്. അതായത് ബാപ്റ്റൈസ് ഇൻ ദ വാട്ടർ, ജലത്തിൽ ഇറങ്ങി നാം സ്നാനമേൽക്കുക. അത് രക്ഷിക്കപ്പെട്ട ശേഷവും നമ്മുടെ അനുവാദത്തോടു കൂടിയും നമ്മൾ അനുഭവിക്കുന്നുണ്ടത് നമ്മുടെ പെർമിഷനോട് കൂടിയാണ് ചെയ്യുന്നത്. അത് ലോകത്തെ നാം ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കുന്ന നമ്മുടെ ഒരു കടമയാണ്. ഇനി
ക്രൂശിലെ കള്ളൻ ഏത് സമയത്താണ് രക്ഷിക്കപ്പെട്ടത്? ഏത് സമയത്താണ് അവൻ രക്ഷിക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിൻ്റെ മരണ സന്ദർഭങ്ങളിലാണ്. അവൻ എന്താ പറയുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 23:43 വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 23:43. ഇന്ന് നീ എന്നോടുകൂടി പ്രതീക്ഷയിലിരിക്കും എന്ന് ഞാൻ നിന്നോട് സത്യമായി പറയും. അപ്പോൾ ഈ കള്ളന്, കുരിശിലെ കള്ളന് സ്ഥാനം ഏൽക്കുവാനായിട്ട് സമയം കിട്ടിയിരുന്നോ? കിട്ടിയില്ല. പക്ഷേ അവൻ എന്ത് ചെയ്തു? ബാപ്റ്റൈസ് ഇൻ ടു ക്രൈസ്റ്റ്. അവൻ ക്രിസ്തുവിനോടുകൂടി ബാപ്റ്റൈസ് ചെയ്തു, ക്രിസ്തുവിനെ സ്വീകരിച്ചു, ഹൃദയം കൊണ്ട് അവനെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഹി വാസ് ബാപ്റ്റൈസ് ഇൻ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടി അവന് സ്ഥാനമേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറയാൻ, ഇന്ന് നീ എന്നോടുകൂടി പ്രതീക്ഷയിലേക്ക്. അവൻ ജലസ്നാനം ഏൽക്കാതെയാണ് ഇവിടെ കടന്നു പോകുന്നത്, ക്രിസ്തുവിനോടുകൂടി കടന്നു പോകുന്നത്. അപ്പോൾ സ്നാനമല്ല ഒരാളെ എവിടെ എത്തിക്കുന്നത്, ജലസ്നാനമല്ല ഒരാളെ എത്തിക്കുന്നത്, സ്വർഗത്തിൽ എത്തിക്കുന്നത്, മറിച്ച് ആത്മസ്നാനമാണ്. അവിടെ ആത്മസ്നാനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ആദ്യം ആത്മാവിനാൽ അവൻ നമ്മെ മുക്കിയെടുക്കുന്നു, ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നു. രണ്ടാമത് നമ്മൾ നടക്കുന്നത് ജലത്തിൽ നമ്മെ മുക്കിയെടുക്കുന്നു. അത് രക്ഷിക്കപ്പെട്ട ശേഷമാണ്. അപ്പോൾ ചിന്തിക്കടായിരിക്കുന്ന വിഷയം, രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അല്ല നാം സ്ഥാനമെടുക്കുന്നത്, സ്വർഗത്തിൽ പോകാൻ വേണ്ടി അല്ല നാം ജലസ്നാനം സ്വീകരിക്കുന്നത്, സഭയുടെ അംഗമാകാനുമല്ല നാം സ്ഥാനമെടുക്കുന്നത്, കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ വേണ്ടിയല്ല നാം സ്ഥാനമെടുക്കുന്നത്, കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല സ്ഥാനമെടുക്കുന്നത്. ഇതൊന്നുമല്ല നാം സ്ഥാനമെടുക്കുന്നത്. മറിച്ച് എന്തിനാണ്? ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷകനും എൻ്റെ നാഥനുമായി ഞാൻ ഒരു ദിവസം അംഗീകരിച്ചു. അവൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവയോട് ഞാൻ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഏത് സമയത്ത് മരിച്ചാലും ഞാൻ അവിടുത്തെ സന്നിധി ചെല്ലും. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് എനിക്കത് പബ്ലിക്കായിട്ട് പറയണം, അത് സാക്ഷ്യപ്പെടുത്തണം. അതാണ് നാം ജലസ്നാനത്തിൽ കൂടി ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ രണ്ട് അടിസ്ഥാനങ്ങളാണ് നാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടുന്നത്. ഒരു ദൈവത്തിൽ രണ്ട് അടിസ്ഥാനങ്ങളാണ് ഇടുന്നത്. ഏതൊരു വ്യക്തിയും സ്നാനം എടുക്കുന്നതിന് മുമ്പായി രണ്ട് അടിസ്ഥാനങ്ങൾ അവനിട്ടേ മതിയാകുകയുള്ളൂ. രണ്ട് അടിസ്ഥാന കല്ലുകൾ. ഒന്നാമത് പറയുന്നത് മാനസാന്തരം, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ആയിരിക്കും രക്ഷ. ആ അടിസ്ഥാനം നാം ഇട്ടേ മതിയാകുകയുള്ളൂ. അത് നാം ഇടേണ്ടതായിട്ടുള്ള അടിസ്ഥാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി അയക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരും. ദൈവം നമ്മെ കേൾപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി നമുക്ക് വരുമ്പോൾ നാം ആണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത് ദൈവം നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് രക്ഷിക്കപ്പെടുന്നത്? ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ടാണോ അതോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാലാണോ നാം രക്ഷിക്കപ്പെടുന്നത്? അപ്പോൾ ഏത് രീതിയിലാണ് നാം പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മൾ നടക്കുമ്പോഴാണ്, അതോ ദൈവവചനം നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ട് ദൈവവചനത്തിൻ്റെ അതേ സുവിശേഷത്താൽ അത്രേ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം കേട്ട് അംഗീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ അടിസ്ഥാനം നാം ഇടേണ്ടതാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നാം വിശ്വാസം കർത്താവിൽ അർപ്പിക്കണം. മാനസാന്തരം ആവശ്യമാണ്. അതേ തുടർന്ന് വിശ്വാസവും നമ്മൾ കർത്താവിൽ അർപ്പിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും അടിസ്ഥാന കല്ലുകളാണ്, നാം ചെയ്തറിയിക്കുന്ന കടമകൾ. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്, കൃപയുമുണ്ട്, വിശ്വാസം. ഈ കൃപ എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാണ്? ഈ കൃപ എവിടുന്നാണ്? ദൈവത്തിൽ നിന്ന് വരുന്നതാണ് കൃപ എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവം മനുഷ്യജാതിയോട് കാണിക്കുന്നതാണ് അനുകമ്പയാണ് കൃപ എന്ന് പറയും. കാരണം
നമുക്ക് തന്നെത്താൻ രക്ഷിക്കപ്പെടുവാനായിട്ടോ ഒന്നും സാധിക്കത്തില്ല. ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ദൈവം നമ്മുടെ അനുകമ്പ കാണിച്ചു. അതാണ് കൃപ എന്ന് പറയുന്നത്. ഇപ്പോൾ കൃപ അധികം വിശ്വാസം. വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? നമ്മളിൽ നിന്ന് വരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്ന, ദൈവം കാണിച്ച കൃപയും നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വിശ്വാസം നമ്മൾ ചേർന്ന് കൂടുമ്പോൾ, ഒന്നിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്? രക്ഷ എന്ന് പറയും. അപ്പോൾ പ്രവൃത്തിയാലാണോ നടക്കുന്നത്? പ്രവൃത്തികൾ അതിന് കാരണം അല്ല. അപ്പോൾ ഒന്ന് നമ്മുടെ വിശ്വാസത്തിനാണ്. എന്ത് വിശ്വാസമാണ്? ക്രിസ്തുവിലുള്ളായിരിക്കുന്ന വിശ്വാസം. എനിക്ക് എന്നിലുള്ള വിശ്വാസമല്ല, എനിക്ക് ദൈവത്തിലുള്ളായിരിക്കുന്ന വിശ്വാസം. അപ്പോൾ കൃപയും നമ്മുടെ വിശ്വാസം കൊണ്ട് ചേർന്നപ്പോൾ നമുക്ക് രക്ഷ പ്രാപിച്ചു. അത് സമ്പൂർണ്ണമായിട്ട്, അത് ദാനമായിട്ട് ദൈവം നമുക്ക് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനി മുമ്പോട്ട് കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ 2 വ്യക്തികൾ സ്നാനത്തിന് നമുക്കൊരു മാതൃകയായിട്ട് കാണുവാൻ കഴിയുകയാണ്. വളരെ ചുരുക്കിയായിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് 1 പത്രോസ് 3:19-20 വാക്യം വായിക്കാം. 1 പത്രോസ് 3:19-20 വാക്യങ്ങൾ. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി കടലിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിൽ മുൻകൂറി. എത്ര പേരാണ്? 8 പേര് വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. ചരിത്രങ്ങൾ ഒത്തിരി ഉണ്ട്, അതിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ വായിക്കുന്നത് 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അതിനെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇവിടെ പത്രോസ്? അത് സ്നാനത്തിനൊരു മുൻകുറി, നാം ഏൽക്കുവാൻ പോകുന്ന സ്നാനത്തിനൊരു മുൻകുറി. അവർ രക്ഷിക്കപ്പെട്ടു. അതിനെ അവിടെ വെള്ളമാണ് പ്രധാനപ്പെട്ട വിഷയം. പത്രോസ് അതിനെ ഇവിടെ ഉദ്ധരിക്കുന്നത് ഇത് സ്നാനത്തിനൊരു മുൻകുറിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 10:1-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 10:1-4 വരെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റി മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിക്കുന്ന ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവർ മിക്കപേരും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന്. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന 2 സംഭവങ്ങളാണ് ഈ ചരിത്രത്തിലൊക്കെ കാണാൻ കഴിയും. ഒന്ന്, ഇസ്രായേൽ ജനത്തിന് വീണ്ടെടുപ്പ് അവിടെ നടന്നു. ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ്, ഇസ്രായേലിൽ നിന്ന് വായിക്കുന്ന പുറപ്പാട്, അവിടെ വീണ്ടെടുപ്പ് നടന്നു. പിന്നെ കാണാൻ കഴിഞ്ഞത് അവിടെ വായിക്കുന്നത് എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്നവിടെ വായിക്കുന്നു. അപ്പോൾ മോശയുടെ സമയത്ത്, മോശയുടെ നേതൃത്വത്തിൽ വലിയ ജനാവലി എന്ത് സംഭവിക്കുന്നു? എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. ആ അന്നത്തെ സ്നാനം അവർ സ്നാനമേറ്റ് ആരോട് ചേർന്നു എന്നാണ് വായിക്കുന്നത്? മോശയോട് ചേർന്നു. അതും എന്താണ്? സ്നാനത്തിനൊരു മുൻകുറിയ. അപ്പോൾ 2 സംഭവങ്ങൾ. പഴയത്തിൽ നോഹയുടെ കാലത്തുള്ള സംഭവം, മോശ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടുന്ന സംഭവം, അവിടെ എല്ലാം കാണുവാൻ കഴിയുന്ന അവിടെ നടന്ന സംഭവങ്ങൾ സ്നാനത്തിനൊരു മുൻകുറിയായിട്ട് കാണുവാൻ കഴിയുകയാണ്. ഇനിയും വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ സ്നാനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിവിധ ഉപദേശങ്ങളൊക്കെ അതിലൂടെ കടന്നു പോകുന്നില്ല. എന്നാൽ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. വിവിധ സ്നാനങ്ങളെപ്പറ്റി നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാർ സ്നാനം കഴിപ്പിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ 3:22 വായിച്ച്. യോഹന്നാൻ 3:22-26. അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടി സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവരോടുകൂടി സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. 26 വാക്യം കൂടെ. അവരെ അവരുടെ അടുക്കൽ വന്ന് അവരോട് റബ്ബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവർ ഈ സാക്ഷിയേറ്റിട്ടുള്ളവർ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അപ്പം 3:22 വായിക്കുന്നത് യേശു അവിടെ സ്നാനം കഴിപ്പിച്ചതായിട്ട് വായിക്കുന്നു. എന്നാൽ യോഹന്നാൻ 4:1-2 വാക്യം വായിച്ച്. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുമെന്ന് പരീശന്മാർ കേട്ടു എന്ന് കഥ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിക്കുന്നതാണ്. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ ആരെയും
സ്നാനം കഴിപ്പിച്ചില്ല. അപ്പോൾ രണ്ടിടത്ത് രണ്ടായ പറയുന്നു. യോഹന്നാൻ 3:22 യേശു സ്നാനം കഴിപ്പിച്ചു എന്ന് വായിക്കുന്നു. യോഹന്നാൻ 4:1-2 വായിക്കുന്നത് യേശു സ്നാനം കഴിപ്പിച്ചില്ല എന്നും. അപ്പോൾ ഏതാ ശരി? ഇതിനകത്ത് ഞാൻ അതൊന്ന് വായിച്ച്. 22 ഇതിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോടൊപ്പം യഹൂദദേശത്ത് വന്നു കുറച്ചു കാലം അവരോടൊപ്പം വാ. ശിഷ്യന്മാർ ജനത്തെ സ്നാനം കഴിപ്പിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ ജനത്തെ സ്നാനം കഴിപ്പിക്കുകയും. ഇനി 24 യോഹന്നാൻ 4:1 വാക്യത്തിൽ അങ്ങനെ അന്ന് വരെ യോഹന്നാൻ തടവിലാക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ചില യഹൂദന്മാരുമായി ശുദ്ധീകരണത്തെ കുറിച്ച് അതല്ലേ തർക്കമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി പറഞ്ഞു, റബ്ബി, യോർദാനക്കരെ അങ്ങയോടുകൂടെ ഉണ്ടായിരുന്നവൻ അങ്ങ് സാക്ഷ്യം നൽകിയ യേശു തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അവിടെ വെച്ചൊരു വ്യക്തമുണ്ട്. അതാ മറ്റുള്ള പരിഭാഷയിൽ ക്രിസ്തു സ്നാനം കഴിപ്പിച്ചില്ല എന്നും പറയും. അപ്പോൾ അവിടുത്തെ അർത്ഥം എന്താ? അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ആര് സ്നാനം കഴിപ്പിച്ചു? ശിഷ്യന്മാർ സ്നാനം കഴിപ്പിച്ചു, അപ്പോസ്തലന്മാർ സ്നാനം കഴിപ്പിച്ചു. ക്രിസ്തു സ്നാനപ്പെടുത്തിയിട്ടില്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ അപ്പോസ്തലന്മാർ സ്നാനം കഴിപ്പിച്ചു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമുക്ക് യോഹന്നാൻ്റെ സ്ഥാനം, ഒന്നാമത്തെ സ്ഥാനം അപ്പോസ്തലന്മാർ കഴിപ്പിച്ച സ്ഥാനം. ഇനി യോഹന്നാൻ്റെ സ്ഥാനം എങ്ങനെയായിരുന്നു? മത്തായിയുടെ സുവിശേഷം 3:15 വാക്യം. യേശു അവരോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. എന്നറിയാം അവരെ സംബന്ധിച്ചു. മർക്കോസ് 1:4 വാക്യം കൂടെ. യോഹന്നാൻ വന്ന് ഭൂമി സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള പ്രസാദ സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, യോഹന്നാൻ 3:23 കൂടെ. യോഹന്നാൻ സലേമിന്റെ അരികത്ത് അയൽവനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. വായിച്ചേ. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു, ആളുകൾ വന്ന് സ്നാനം കഴിച്ചു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരെ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവരോട്, റബ്ബി, യോഹന്നാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിൽ യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് പുറത്തിട്ടല്ലാതെ മനുഷ്യനൊന്നും ലഭിക്കാൻ കഴിയുകയില്ല, ഞാൻ ക്രിസ്തുവല്ല, അവർ മുമ്പായി അയക്കപ്പെട്ടതത്രേ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി ആൾക്കാർ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്ഥാനമേറ്റു. യേശുവും ആരുടെ കൈക്കീഴിൽ സ്ഥാനം വെക്കുന്നു? യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്ഥാനം വെക്കുന്നു. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, അവിടെ ചിന്തിക്കേണ്ടത്, യേശു ക്രിസ്തു മാനസാന്തരപ്പെട്ടിട്ടില്ല, പശ്ചാത്തപിച്ചിട്ടില്ല, പാപം ഒരിക്കലും ഏറ്റുപറഞ്ഞിട്ടില്ല. ആ അടിസ്ഥാനത്തിലല്ല ക്രിസ്തു അവിടെ സ്ഥാനം വിളിക്കുന്നത്. മറിച്ച് കർത്താവ് അവിടെ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കപ്പെടണമെന്ന് പറയുന്നു. സകല നീതിയും നിവർത്തിക്കപ്പെടണം. ബാക്കിയുള്ള ജനങ്ങൾ സ്നാനപ്പെടുന്ന മാതിരി ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ സ്നാനം. കർത്താവോട് പറയുന്നത് ഈ നിലയിൽ സകല നീതിയും നിവർത്തിക്കപ്പെടണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ്, പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ദൈവത്തിൻ്റെ നീതി അതവിടെ നിറവേറണം. 2, യേശുക്രിസ്തു ഇസ്രായേലിൻ്റെ മശിഹ ആണ് എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതിൻ്റെ നീതി അവിടെ നിർവഹിക്കപ്പെടണം. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുന്ന നീതി അവിടെ നിവർത്തിക്കപ്പെടണം. യേശുക്രിസ്തുവിന് 3 പ്രത്യേകമായ ശുശ്രൂഷകളുണ്ടായിരുന്നു. അവൻ പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, രാജാവും കൂടിയായിരുന്നു. എന്നാൽ ലേവ്യ പ്രമാണമനുസരിച്ച് ആവശ്യപ്പെടുന്നത് എല്ലാ പുരോഹിതന്മാരും 30-ാമത്തെ വയസ്സിൽ തങ്ങളായിരിക്കുന്ന നീതി നിർവഹണം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന് ഏകദേശം ഈ പ്രായം നിൽക്കുകയാണ്. ഇങ്ങനെ സകല നീതിയും നിർവഹിക്കപ്പെടേണ്ടതിനാണ് കർത്താവ് സ്ഥാനമേറ്റത്. യോഹന്നാൻ്റെ കൈക്കീഴിൽ കർത്താവ് സ്ഥാനമെടുക്കും. അത് യോഹന്നാൻ്റെ സ്ഥാനം. ഇനി നാം നേരത്തെ ചിന്തിച്ചു കഴിഞ്ഞാണ് മറ്റൊരു സ്ഥാനം നാം ഓൾറെഡി ചിന്തിച്ചു, ആത്മാവിനാൽ ആയിരിക്കുന്ന സ്ഥാനം. അത് രക്ഷിക്കപ്പെട്ട സകല മനുഷ്യർക്ക് അനുഭവിക്കുകയാണ്.
ഇനിയും അടുത്ത സ്നാനം എന്ന് പറയുന്നത് വിശ്വാസ സ്നാനം എന്നുള്ളതാണ്. അത് ക്രിസ്തീയ സ്നാനം. അതാണ് മത്തായിയുടെ സുവിശേഷം 28-19 വാക്യത്തിൽ നാം വായിച്ചത്. ഇവിടെ പറയുന്നത് ജലസ്നാനമാണ്. പറയുന്നത് ജലസ്നാനമാണ്. ഈ ജലസ്നാനം എന്ന് പറയുന്നത് ആത്മസ്നാനത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രകടനമാണ്. അഥവാ ഇച്ചിരി വ്യക്തമായി പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടനം, ക്രിസ്തുവിനോടുകൂടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിൻ്റെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രകടനം. ആ സംഭവം എന്നിലും നടന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ സത്യമാണ് നാം വിളിച്ചു പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ നീ സ്ഥാനം വെക്കുമ്പോൾ ലോകത്തോട് അഥവാ നിങ്ങളുടെ സാക്ഷ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സത്യമാണ്, ഞാനും ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാനിപ്പോൾ ക്രിസ്തുവിലാണ് എന്നുള്ള സത്യം വളരെ സന്തോഷത്തോടുകൂടി, പ്രാഗൽഭ്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി നിങ്ങളെ വിളിച്ച് പറയുക. അപ്പോൾ വെള്ളത്തിൽ മുക്കി നമ്മളെ എടുക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ നിലയിൽ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മാതിരി തന്നെ ഞാനും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. അപ്പോൾ സ്ഥാനത്തെപ്പറ്റി ചിന്തിച്ച് വരുമ്പോൾ ചില തെറ്റായ പഠിപ്പിക്കലുകളൊക്കെ അനേക സഭകളിൽ കാണാറുണ്ട്. രക്ഷയ്ക്ക് സ്ഥാനം ആവശ്യമാണ് ഒക്കെ പഠിപ്പിക്കുന്ന സഭകളുണ്ട്. ചില സഭകൾ പഠിപ്പിക്കുന്നത് സ്ഥാനത്താൽ ഉള്ളായിരിക്കുന്ന രക്ഷ, അതായത് സ്ഥാനത്തിലൂടെ രക്ഷയ്ക്കായിട്ടുള്ള കൃപ ലഭിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അഥവാ രക്ഷയ്ക്ക് ജലസ്നാനം ആവശ്യമാണ് എന്ന് ചിന്തിക്കും. അവർ ശിശുക്കളെ എന്ത് ചെയ്യുന്നു? സ്നാനം കഴിപ്പിക്കണം, അഥവാ മാമോദിസ കഴിക്കുന്നു. അപ്പോൾ സ്നാനസമയം അവരുടെ ഉപദേശമനുസരിച്ച് സ്നാനസമയം ശിശുക്കളിലേക്ക് എന്ത് പകരുന്നു? ദൈവത്തിൻ്റെ കൃപ പകരുന്നു. അവർ ശിശുവിനെ സ്നാനം കഴിപ്പിക്കുമ്പോൾ, മാമോദിസ കഴിക്കുമ്പോൾ ആ കുട്ടിയിലോട്ട് ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ വ്യാപരിക്കുന്നു. ആ കൃപ അവൻ്റെ പാപത്തെ കഴുകിക്കളയുന്നു. അപ്പോൾ ജന്മപാപം വെള്ളത്തിലൂടെ അങ്ങനെ കഴുകിക്കളയുന്നു. അപ്പോൾ ദൈവ സാന്നിധ്യം ഉടനെ കഴുകിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ആത്മാവിലോട്ട് കടന്നു വരുന്നു. അവിടെ വിശ്വാസം, ആ കുട്ടിയുടെ വിശ്വാസം അവിടെ വിഷയമല്ല. അവന് വേണ്ടി മാതാപിതാക്കൾ കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പ്രവൃത്തിയിലൂടെയുള്ള രക്ഷ. ആ കുഞ്ഞിന് വേണ്ടി വേറൊരാൾ ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ അവിടെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ആ കുഞ്ഞിൽ ഒരു പ്രവൃത്തി ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഉപദേശം എന്ന് പറയുന്നത് പ്രവൃത്തിയാലുള്ളതായ രക്ഷ. പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് നാം വായിക്കുകയാണ്. അടുത്ത ചില പഠിപ്പിക്കുന്നത് ഈ ശിശുക്കളെ സ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ, ആ ശിശു സ്ഥാനമേറ്റ് കഴിയുമ്പോൾ ആ കുട്ടി രക്ഷയും കൂടി പ്രാപിക്കാം. അഥവാ ശിശുക്കളെ മാമോദിസ കഴിപ്പിക്കുന്നു. ഏറ്റുപറയുന്ന മാതാപിതാക്കളുടെ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ശിശുക്കൾ ആ കുഞ്ഞിൽ ആ മാമോദിസ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ അവബോധ മനസ്സിലോട്ട് വിശ്വാസം ഇങ്ങനെ കടന്നു വരുന്നു. ആ ശിശുവിൻ്റെ അവബോധ മനസ്സിലോട്ട് വിശ്വാസം കടന്നു വരുന്നു. അതല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നു? കുട്ടിക്ക് വേണ്ടി വിശ്വസിച്ചാൽ മതി. മാതാപിതാക്കൾ കുട്ടിക്ക് വേണ്ടി വിശ്വസിച്ചാൽ മാത്രം മതി. ഈ കുഞ്ഞിലോട്ട് ആ സ്നാനം മാമോദിസ കഴിക്കുമ്പോൾ അവനിലോട്ട് വിശ്വാസം ഇങ്ങനെ അവബോധ മനസ്സിലോട്ട് വിശ്വാസം കടന്നു വരുന്നു. വേറൊരു സഭ പഠിപ്പിക്കുന്നത് സ്നാനം എന്ന് പറയുന്നത് പരിച്ഛേദനയ്ക്ക് പകരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് വേറെ ചില സഭകൾ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഉപദേശ രീതികളാണ് നമുക്ക് സ്നാനത്തെപ്പറ്റി പഠിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയും. ഞാൻ അതിലോട്ട് ആഴമായിട്ട് പോകുന്നില്ല. എന്നാൽ നമുക്ക് പുതിയത്തിലെ ചില സ്ഥലങ്ങളിലോട്ട് കടന്നു ചെന്നിട്ട് എവിടെയൊക്കെയാണ് ഈ ജലസ്നാനം നടന്നതെന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിക്കാം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2:41 വാക്യം വായിക്കാം.
3000 പേർ അവനോട് ചേർന്നു. അവൻ്റെ വാക്ക് കേട്ടവർ സ്നാനമേറ്റു, 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇവിടെ നടക്കുന്ന സംഭവമാണ്. വിശ്വസിച്ചവരെ സ്നാനം കഴിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യെരുശലേമിൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന സംഭവമാണ്. അവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം നടത്താനായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി. പത്രോസ് അപ്പോസ്തലൻ 120 പേരുടെ നടുവിൽ നിന്നുകൊണ്ട് കൂടി വന്ന ജനങ്ങളോടായിട്ട് എന്ത് പറയുന്നു? സുവിശേഷം പറയുന്നു. പഴയ നിയമഭാഗത്ത് ഉദ്ധരിച്ചുകൊണ്ട് വളരെ ഭംഗിയായ നിലയിൽ പത്രോസ് സുവിശേഷം അവിടെ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസ് യേശുക്രിസ്തുവിനെയും അവനിലുള്ള ആയിരിക്കുന്ന രക്ഷയെപ്പറ്റി വളരെ വിസ്താരമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ വചനം കേട്ടപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് വചനം കേട്ടവരെന്ത് സംഭവിക്കുന്നു? ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നു എന്ന് വായിക്കുന്നു. എന്താണ് അവിടെ നടന്നത്? വചനമാണ് അവിടെ പ്രവർത്തിച്ചത്. വചനമാണ് അവരെ കുത്തിക്കൊണ്ടിരുന്നത്. അല്ല പത്രോസിൻ്റെ പ്രസംഗമോ ശൈലിയോ അവതരണമോ ഭാഷയൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി, കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനിയും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2:40 വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? 2:40 മറ്റ് പല വചനങ്ങളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അപ്പോൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. സുവിശേഷവും അതിനോട് അനുബന്ധിച്ച പല കാര്യങ്ങളും പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്യുന്നു? സ്നാനമേറ്റു. അപ്പോൾ പത്രോസിൻ്റെ വാക്ക് കേട്ടു, വചനം ക്രിയ ചെയ്തു, പ്രവർത്തിച്ചു, അവർ രക്ഷയിലേക്ക് കടന്നു വരികയാണ്. അതിന് തുടർന്ന് 3000 പേര് സ്നാനം ഏറ്റതായിട്ട് അവിടെ കാണും. അപ്പോൾ അത് യെരുശലേമിൽ നടന്ന ഒന്നാമത്തെ പ്രവൃത്തിയാണ്. ഇനിയും അടുത്തത് ശമര്യയിൽ വെച്ചാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 8:12 വാക്യം. ശമര്യയിൽ അപ്പോസ്തല പ്രവൃത്തി 8:12 വാക്യം. ഇവിടെ കാണുവാൻ കഴിയുന്നത് സ്തേഫാനോസ് കൊല്ലപ്പെട്ട ശേഷം, സ്തേഫാനോസിൻ്റെ മരണശേഷം യെരുശലേം സഭയ്ക്ക് വലിയ ഉപദ്രവമുണ്ടായി. സ്തേഫാനോസിൻ്റെ മരണത്തോട് ചേർന്ന് വലിയ ഉപദ്രവമുണ്ടായി. വിശ്വാസികൾ എന്ത് സംഭവിക്കുന്നു? അവർ യഹൂദിയ, ശമരിയ എന്നീ പ്രദേശങ്ങളിലോട്ട് ചേർക്കപ്പെടുകയുണ്ടായി. പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി. ചിതറിപ്പോയവർ എന്ത് പ്രസംഗിച്ചു? സുവിശേഷം പോയി പ്രസംഗിച്ചു. യെരുശലേമിൽ നിന്നും പ്രാണരക്ഷയ്ക്ക് വേണ്ടി ചിതറിപ്പോയവർ പോയ ഇടങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെ ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് ശമര്യരുടെ വചനം പ്രസംഗിച്ചപ്പോൾ ശമര്യർ അവിടെ വായിക്കുന്നത് അവർ ഏക മനസ്സോടെ കേട്ടു എന്ന് വായിക്കുന്നു. എല്ലാവരും വചനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷൻ പ്രസംഗിച്ച വചനം പൂർണ്ണ ഹൃദയത്തോടെ അവർ സ്വീകരിച്ചു, കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. അപ്പോൾ അവിടെ പ്രസംഗിച്ച ഫിലിപ്പോസിൻ്റെ പ്രധാന വിഷയം ദൈവരാജ്യത്തെപ്പറ്റിയും യേശുവിൻ്റെ നാമത്തെപ്പറ്റിയുമാണ് അവിടെ പ്രസംഗിച്ചത്. അവിടെ വായിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു എന്ന് വായിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സംഭവം ശമര്യയിൽ രണ്ടാമത്തെ സ്നാനം നടക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 8:26 മുതൽ 40 വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. ഇവിടെ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, നീ തെക്കോട്ട് ചെന്ന് യെരുശലേമിൽ നിന്ന് ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലൂടെ പോകുക എന്ന് ഫിലിപ്പോസിനോട് പറയുകയാണ്. വഴിയിൽ വെച്ച് അവൻ ആരെ കാണുന്നുണ്ട്? കന്ദക്ക എന്ന് പറയുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനെ കാണുന്നു. കന്ദക്ക എന്ന് പറയുന്നത് കാൻഡീസ് എന്ന് പറയുന്ന ടൈറ്റിലാണ്, രാജ്ഞിയുടെ ടൈറ്റിലാണ് കന്ദക്ക എന്ന് പറയുന്നത്. അവിടെ ഷണ്ണനെ അവിടെ വെച്ച് കാണുകയാണ്. അവനെപ്പറ്റി വായിക്കുന്നത് അവൻ മഹാനും മേൽ വിചാരകനും ആയിരുന്നു. ഈ ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ അവിടെയുള്ള രാജ്യത്തെ മഹാനും മേൽ വിചാരകനുമായിരുന്നു. ഈ ഷണ്ണൻ യെരുശലേമിൽ വന്നത്
ദൈവത്തെ നമസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ ദൂരം യാത്ര ചെയ്ത് എരുശലേമിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകുന്ന വഴിയാണ്. അപ്പോൾ തേരിലിരുന്നുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? ഈ ഷണ്ണൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നിന്ന് വായിക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് ദൈവാത്മാവ് ഫിലിപ്പോസിനോട് പറയുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് അടുത്ത് ചെന്നപ്പോൾ ഇവൻ വായിക്കുന്നത് കേൾക്കുക. ഉടനെ ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ, വായിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരായാൽ എങ്ങനെ ഗ്രഹിക്കും? വായിക്കുന്നുണ്ട്, പക്ഷേ എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവിടെ ഈ 53-ാം അധ്യായം നമുക്ക് നന്നായിട്ടറിയാം. അത് വായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, പക്ഷേ ഈ ഷണ്ണൻ അതൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നത്, നീ ഗ്രഹിക്കുന്നുവോ? ഉടനെ ദൈവം പറയുകയാണ്, പൊരുൾ ആരും പറഞ്ഞു തരാതെ എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഫിലിപ്പോസ് തേരിൽ കയറി ഇരിക്കുന്നുണ്ട്. വചനത്തിൻ്റെ പൊരുൾ ആ തേരിലിരുന്നുകൊണ്ട് ഫിലിപ്പോസ് ഷണ്ണനിങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ പ്രവചനത്തിൽ നിന്നുകൊണ്ട് വീണ്ടും ജനനത്തെപ്പറ്റിയും രക്ഷയെപ്പറ്റിയും സ്ഥാനത്തെപ്പറ്റിയും ഒക്കെ ഫിലിപ്പോസ് വിശദീകരിച്ച് കാണും. അപ്പോൾ ഈ തേരിലിരുന്നുകൊണ്ട് തന്നെ ആര് കർത്താവിനെ കണ്ടുമുട്ടി? ഷണ്ണൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ വഴിയാത്രയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് ചെന്നായിട്ട് കാണുന്നുണ്ട്. ഉടനെ ഷണ്ണൻ ചോദിക്കുക, ഇതാ വെള്ളം, ഞാൻ സ്നാനം എടുക്കുന്നത് എന്ത് വിരോധം? അപ്പോൾ സ്ഥാനത്തെപ്പറ്റി അറിയാഞ്ഞിട്ടാണെന്നോ അവൻ ചോദിച്ചത്? സ്ഥാനത്തെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ഒരിക്കലും അവൻ ചോദിക്കത്തില്ല. അപ്പോൾ സ്ഥാനത്തെപ്പറ്റിയും ആര് വിശദീകരിച്ചു കൊടുത്തു? ഫിലിപ്പോസ് വിശദീകരിച്ചു. അപ്പോൾ രക്ഷ, സ്നാനം, ഇതിനെപ്പറ്റി നന്നായിട്ട് യെശയ്യാ പ്രവചനം 51-ന്റെ അടിസ്ഥാനത്തിൽ ഭംഗിയായിട്ട് വിശദീകരിച്ചു കൊടുത്തു. വെള്ളം കണ്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, താണ്ട് വെള്ളം, ഇനി സ്നാനം എടുക്കാൻ എന്താണ് തടസ്സം? അപ്പോൾ സ്നാനത്തെപ്പറ്റി മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. അവൻ അതുവരെ മനസ്സിലാക്കി. അപ്പോൾ ഫിലിപ്പോസിന് മറുപടി എന്താണ്? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറയുകയാണ്. അവൻ വിളിച്ച് പറയുന്നു, യേശു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കും. അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഉടനെ തേര് നിർത്തി അവിടെ കാണുന്നത് ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ എങ്ങനെയാണ് സ്നാനം എന്ന് പറയുന്നത്? തേരിലിരുന്നു കൊണ്ടുള്ള സ്നാനമല്ല, തേരിൽ നിന്ന് ഇറങ്ങി അവർ രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി എന്ന് വായിക്കുന്നു. അപ്പോൾ ആരാ സ്നാനം കഴിപ്പിച്ചത്? അവിടെ ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിക്കുന്നു. രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി. അവിടെ വായിക്കുന്ന അവർ രണ്ടുപേരും വെള്ളത്തിൽ നിന്ന് കയറുകയും ചെയ്തു. അപ്പോൾ സ്നാനം എങ്ങനെയാണ്? വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് വെള്ളത്തിൽ ഇറങ്ങി ഉള്ളതായിരിക്കുന്ന സ്നാനമാണ്. വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനം മനസ്സിലാക്കി, വെള്ളം കണ്ടപ്പോൾ സ്നാനമേൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പോൾ അവൻ്റെ വിശ്വാസം പൂർണ്ണമായിരുന്നു, രക്ഷയും പൂർണ്ണമായിരുന്നു. അപ്പോൾ അവന് വിശ്വാസമാകുന്ന സ്നാനം സ്വീകരിക്കേണ്ടതായിത്തീർന്നു. അപ്പോൾ ഇവിടെ സ്നാനം മാറ്റിവെച്ചോ? ഷണ്ണൻ്റെ സ്നാനം മാറ്റിവെച്ചോ? മാറ്റിവെച്ചില്ല. തടസ്സം വല്ലതും ഉണ്ടായിരുന്നോ? അപ്പോൾ സ്നാനപ്പെടുന്നതിന് പ്രായമുണ്ടോ? ഒരു പ്രായമില്ല. വിശ്വസിക്കുന്നവരെ സ്നാനം എടുക്കുക. ചില ആൾക്കാർ ഇപ്പോൾ പറയാറുണ്ട്, അവർക്ക് സ്ഥാനം എന്താണെന്ന് വരെ അറിയത്തില്ല. 15, 16, 18 ഒക്കെ വയസ്സ് പ്രായമായി, ഇപ്പോഴും ആരാണ്? ശിശുക്കളാണ്. അവർക്ക് അറിയത്തില്ല. ലോകത്തിലുള്ള സകല സംഭവങ്ങളെപ്പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. നമ്മളെക്കാട്ടിൽ വളരെ ഭംഗിയായിട്ട് മൊബൈലൊക്കെ ഉപയോഗിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് അവരോട് ചോദിച്ചാൽ മതി, സകലതും അവർക്കറിയാം. സ്ഥാനത്തെപ്പറ്റി മാത്രം എന്താ ഉണ്ട് അതിനകത്ത്? സ്ഥാനത്തെപ്പറ്റി, കർത്താവിൻ്റെ രക്ഷയെപ്പറ്റി, സ്ഥാനം എടുക്കുന്നതിനെപ്പറ്റി എത്രമാത്രം ആഴമേറിയ ഒന്നുമില്ല. അവരുടെ കമ്പ്യൂട്ടറിൽ ആലിക്കുന്ന, മൊബൈലിൽ ആലിക്കുന്ന അഗാധമായ അറിവ് നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ 10 മടങ്ങാണ്. അപ്പോൾ സ്ഥാനം എടുക്കാൻ പറയുമ്പോൾ ഞങ്ങളുടെ കൊച്ചിന് അതൊന്നും പ്രായമായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്നും വിഷയമല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകൻ്റെ മോന്, അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുക.
നമ്മുടെ ബിനോയ് സാമുവൽ എന്ന് പറയുന്ന സഹോദരന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അന്ന് വരാൻ ഏറ്റിരുന്ന ആ കുഞ്ഞിന് വരാൻ പറ്റിയില്ല. ഒരു കൊച്ചു കുട്ടികളുടെ സൺഡേ സ്കൂളിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം, അവന് പോകാൻ പറ്റിയില്ല. അതിന് പകരം വേറൊരു കുട്ടി ആ പ്രായത്തിലുള്ള കുഞ്ഞിനെ അന്വേഷിക്കുക. അപ്പോൾ ഈ കുഞ്ഞിനെ പരിചയമുള്ളതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, സാറിൻ്റെ മോനെ അങ്ങോട്ട് വിടാമോ എന്ന് ചോദിച്ചു. വിടാമെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി. അപ്പോൾ വീഡിയോ റെക്കോർഡിങ്, ആ വീഡിയോ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദേവദാസൻ ഈ കുഞ്ഞിനോട് കർത്താവിനെ പറ്റി പറഞ്ഞു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. രാത്രിയിൽ ഒരുപാട് മണിക്കൂറുകളെടുത്തു ഇവനെ കൊണ്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ തന്നെ ഇവനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യാം. ഒരു സംഭവം എന്ന് പറയുന്നത്, ആ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് 3ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഈ കുഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. രാത്രിയിൽ ഒത്തിരി ലേറ്റായിട്ടാണ് അവനെ കൊണ്ടുവന്നത്. രാത്രിയിൽ വന്നപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെ വല്യപ്പനെയും വല്യമ്മയെല്ലാം ഓടിച്ചെന്ന് ഉണർത്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ദൈവമകനായി തീർന്നു, യേശുക്രിസ്തുവിനെ രക്ഷകനായി തീർന്നിരിക്കുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞു. അതവൻ്റെ പറയുണ്ടായി. അപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് എത്ര വയസ്സ് പ്രായമുണ്ട്? 8 വയസ്സ്. അപ്പോൾ 8 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാനായിട്ട് തടസ്സം വല്ലതും ഉണ്ടോ? ഏത് സമയത്തും ശരിയായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് അതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പെട്ടെന്നാണ് ഈ ഷണ്ണൻ്റെ രക്ഷയും സ്ഥാനവും എല്ലാം ഒരേപോലെ നടക്കുകയാണ്. കാരണം അത്രയ്ക്ക് പ്രായമുണ്ട്, പക്വതയുണ്ട്, അറിഞ്ഞു, മനസ്സിലാക്കി, ഗ്രഹിച്ചു, കാര്യങ്ങളെല്ലാം ബോധ്യമായി അവനോട് സ്ഥാനമെടുക്കുക. അപ്പോൾ ഇവിടുത്തെ സ്നാനം എന്ന് പറയുന്നത് ശമരിയയിൽ ഗാസയിൽ നടന്നാലിരിക്കുന്ന സ്നാനം, അത് വെള്ളത്തിൽ ഇറങ്ങി സ്നാനം കഴിച്ച് കയറി വരിക. ഇനി 4ാമതായിട്ട് കാണാൻ കഴിയുന്നത് ദമസ്കോസിൽ വെച്ച ഒരു സ്നാനം നടക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9:1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കാണാൻ കഴിയുന്നത്, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലെ പള്ളിയിൽ നിന്നും ദമസ്കോസിലെ പള്ളിയിലേക്ക് കൊടുക്കുവാനായിട്ട് കത്തൊക്കെ വാങ്ങിക്കൊണ്ട് മഹാപുരോഹിതന്മാരിൽ കയ്യിൽ നിന്ന് അധികാരപത്രമൊക്കെ വാങ്ങി ഒരു യാത്രയാണ്. അവിടെ പോകുന്ന എന്തിനു വേണ്ടിയാണ്? അവിടെയുള്ള ചില യഹൂദ പാരമ്പര്യത്തിൽ രക്ഷിക്കപ്പെട്ടായിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികളുണ്ട്, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പെർമിഷനുമായിക്കൊണ്ട് പോകുന്ന യാത്രയാണ്. അപ്പോൾ അങ്ങ് പോകുന്ന യാത്രയിൽ ദമസ്കോസിലോട്ട് പോവുകയാണ്. ആ ദമസ്കോസിൽ ക്രിസ്തീയ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്? അവരെ പിടിച്ച് കെട്ടി എസ്ലേമിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അടിക്കുന്ന യാത്രയാണ്. കൊണ്ടുവന്ന് ഉപദ്രവിക്കാൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി, കൊന്നുകൊള്ളാൻ വേണ്ടി അടിക്കുന്ന യാത്രയാണ്. അപ്പോൾ അവൻ യാത്ര ചെയ്ത് ദമസ്കോസിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംഗതിയെല്ലാം മാറിയാണ്. പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞു. എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവനിൽ വരികയും അവനെന്ത് സംഭവിക്കുന്നു? അവൻ ശൗല് അന്ന് നിലത്ത് വീഴുകയും പിന്നെന്താ സംഭവിക്കുന്നത്? കാഴ്ച ഇല്ലാത്തവനായി തീരുകയും ചെയ്യാം. ഈ ശൗലെന്ന് പറയുന്നത് ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്? ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ബെന്യാമിൻ ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? കടിച്ചു കീറുന്ന ചെന്നായ. ഇപ്പോൾ ആരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്? യേശുക്രിസ്തുവുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. യേശുക്രിസ്തു ഏത് ഗോത്രത്തിൽ വന്നവനാണ്? യഹൂദ ഗോത്രത്തിൽ. യഹൂദ ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? സിംഹം. അപ്പോൾ സിംഹവും ആരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ? ചെന്നായും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആരാ ജയിക്കേണ്ടത്? ഈ യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ ബെന്യാമിൻ ഗോത്രത്തിലെ ചെന്നായയുടെ സ്വഭാവമുള്ള മനുഷ്യനെ അടിച്ച് താർത്തു. കണ്ണ് കാണാത്തവനായിട്ട് അവൻ തീർന്നു. അപ്പോൾ ഒരു കാരണവശാലും ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാനായിട്ട് ദൈവാത്മാവ് സമ്മതിച്ചില്ല. കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുകയുള്ളൂ. അന്ധനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റുമോ? ഒരടി പോലും മുമ്പോട്ട് പോകാൻ പറ്റാത്തതിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ അടിച്ച് താർത്തു. എന്തായിരുന്നു യാത്രയുടെ ലക്ഷ്യം? എന്തായിരുന്നു അവൻ്റെ ലക്ഷ്യം? ആരെങ്കിലും, അതായത് യഹൂദ മതത്തിൽ രക്ഷിക്കപ്പെട്ട ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, ആരെങ്കിലും കണ്ടെത്തിയാൽ അവരെ കെട്ടി
തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുവരിക എന്നുള്ള 3 ദിവസം എന്ത് സംഭവിക്കുന്നു? കണ്ണ് കാണാതെയും ആഹാരം തിന്നുകയോ കുടിക്കുകയും ചെയ്യാതെ 3 ദിവസം അവിടെ ഇരിക്കുക. ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? യൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലിങ്ങനെ പോയി താമസിക്കുക. അവസാനം എന്താ സംഭവിക്കുന്നത്? ദൈവം അയച്ച പുരുഷൻ, അനന്യാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, പേരുള്ള പുരുഷൻ അടുത്ത് വന്ന് അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവൻ്റെ കണ്ണിൽ നിന്നും ചെതുമ്പൽ പോലായിരിക്കുന്ന ഒരു വസ്തു താഴെ വീഴുകയും അവന് കാഴ്ച ലഭിക്കുകയും ചെയ്യും. അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കാണുവാൻ കഴിയുന്നത് അവൻ എഴുന്നേറ്റ് സ്നാനം വെളുക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അനന്യാസാണ് ആരെ സ്ഥാനപ്പെടുത്തുന്നത്? പൗലോസിനെ സ്ഥാനപ്പെടുത്തും. അപ്പോൾ ഈ സ്നാനം, 4ാമത്തെ സ്നാനം, ബൈബിളിലെ പുതിയമത്തിലെ സ്നാനം ദമസ്കോസിൽ വെച്ച് നടന്ന പൗലോസ് അപ്പോസ്തലൻ്റെ സ്നാനം. ഇനി 5ാമതായിട്ട് അപ്പോസ്തലർ 10ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കൈസരിയിൽ വെച്ച് ഒരു സ്നാനം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് റോമൻ സാമ്രാജ്യമാണ് ലോകത്തിൽ അന്നുള്ളത്. റോമൻ മിലിറ്ററിയുടെ ഇറ്റാലിയൻ റെജിമെൻ്റായിട്ടുള്ള 100 പേരുടെ ഒരു കമാൻഡറായിരുന്നു ആര്? കൊർന്നേലിയോസ്. റോമൻ റെജിമെൻറ്റിൻ്റെ കമാൻഡർ ഇൻ ചീഫ്, 100 പേരുടെ ഒരു കമാൻഡറാണ് കൊർന്നേലിയോസ് എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ആരാണ്? ഒരു ജാതീയനാണ്, ജെൻറ്റൈലാണ്. അവിടെ കാണാൻ കഴിയുന്നത്, ഇവിടെ പത്രോസിനെ ആളയച്ച് ഈ കൊർന്നേലിയോസ് അവിടെ വരുത്തിയ ആ സമയത്ത് പത്രോസ് എവിടെ താമസിക്കുക? കടൽപ്പുറത്ത് തോൽക്കലനായ സീമോൻ്റെ വീട്ടിൽ പാർക്കുക. തോൽക്കലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? തോല് വിൽക്കുന്നവൻ, മൃഗങ്ങളെ കൊന്ന് അതിൻ്റെ ലെതർ വിൽക്കുന്ന വ്യക്തിയാണ് ഈ സീമോൻ. അവൻ്റെ വീട്ടിലാണ് ആര് പാർക്കുന്നത്? പത്രോസ് താമസിക്കുന്നത്. പത്രോസ് ആരാണ്? യഹൂദനാണ്. ഈ സീമോൻ്റെ ജോലി എന്താണ്? ചത്ത മൃഗങ്ങളുടെ തോല് വിൽക്കുന്ന വ്യക്തിയാണ്. ഒരിക്കൽ പത്രോസിൻ്റെ ദർശനമുണ്ടായി. വിശന്നപ്പോൾ ഒരു ദർശനമുണ്ടായി. തുപ്പട്ടിയിൽ എന്ത് വരുന്നു? 4 കോണിൽ നിന്ന് ഒരു തുപ്പട്ടി ഇങ്ങനെ ഇറക്കി വിടുക. അതിനകത്ത് സകലവിധ മൃഗങ്ങളുമുണ്ട്. ഉടനെ കർത്താവിൻ്റെ ആത്മാ പറയുകയാണ്, നീ അറുത്ത് ഭക്ഷിക്കുക, നല്ല വിശപ്പുണ്ട്, അറുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറയുക എന്താണ്? ഞാൻ ഈ അശുദ്ധമായതൊന്നും തിന്നിട്ടില്ല. ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? തോൽക്കുലനായിരിക്കുന്ന സീമോൻ്റെ വീട്ടിൽ താമസിക്കുക. അപ്പം വിശുദ്ധിയുള്ള സ്ഥലമാണോ അത്? താമസിക്കുന്നത് യഹൂദ പ്രമാണം അനുസരിച്ച് അശുദ്ധിയുള്ളായിരിക്കുന്ന സ്ഥലത്ത് പാർക്കുകയും ഇപ്പോൾ ദൈവം കാണിച്ച സ്വപ്നം പറയുമ്പോൾ നീ വിശപ്പുണ്ട് കഴിച്ചോളാൻ പറയുമ്പോൾ അവൻ പറയുന്നു ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. ഉടനെ ദൈവാത്മാ പറയുകയാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ അശുദ്ധി എന്ന് നീ പറയുന്നു. അപ്പോൾ അവിടുത്തെ ചരിത്രം മനസ്സിലാക്കണം. ഈ ദൈവത്തിൻ്റെ ആത്മാ പത്രോസിനെ ആരുടെ വീട്ടിലോട്ട് അയക്കുന്നു? കൊർന്നേലിയോസിൻ്റെ വീട്ടിലോട്ട് അയക്കുന്നു. പത്രോസ് പ്രസംഗിക്കുന്നു, കൊർന്നേലിയോസ് രക്ഷിക്കപ്പെടുന്നു, അവൻ്റെ കുടുംബം സ്ഥാനം എടുക്കുന്നു. അപ്പോൾ അവൻ ജാതീയനാണ്. അപ്പോൾ ഓൾറെഡി പത്രോസിൻ്റെ മനസ്സിനെ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ മോൾഡ് ചെയ്തെടുത്തു. ഇപ്പോൾ ആരുടെ ഭവനത്തിലോട്ടാണ് കടന്നു പോകുന്നത്? ഈ ജാതികളുടെ ജെൻറ്റൈൽസിൻ്റെ ഭവനത്തിലോട്ടാണ് കടന്നു പോകുന്നത്. അപ്പം 3 നിലകളിൽ 3 സ്ഥലത്ത് പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. ആ 3 സ്ഥലത്തും അവരുടെ കുടുംബങ്ങളും ഗ്രൂപ്പുകളും എല്ലാം സ്ഥാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഒന്ന് പെന്തക്കോസ്ത് നാളിൽ, അത് യഹൂദന്മാരുടെ ഇടയിൽ അവർ സുവിശേഷം പ്രസംഗിക്കുന്നു, 3000 പേര് കർത്താവിനെ സാക്ഷീകരിക്കുന്നു. രണ്ടാമതായിട്ട് സമരിയക്കാരാരാണ്? സങ്കരവർഗമാണ്. യഹൂദനും ജാതിയും തമ്മിൽ ചേർന്ന് വായിക്കുന്ന സമ്മിശ്ര വർഗമാണ്. അവരുടെ ഇടയിൽ കടന്നുപോയി പത്രോസ് പ്രസംഗിക്കുന്നു, അവർക്ക് ദൈവാത്മാവിനെ കിട്ടുവാനിടയായിത്തീർന്നു. കൈവച്ച് ദൈവാത്മാവിനെ കിട്ടുന്നു. മൂന്നാമതായിട്ട് ജാതികളുടെ ഇടയിൽ പത്രോസ് കടന്നു പോകുന്നു, അവരും രക്ഷിക്കപ്പെട്ട് അഥവാ അവരും സ്ഥാനങ്ങൾക്കിടയായിത്തീർന്നു. അപ്പോൾ ഈ 3 പ്രവൃത്തികളും ആൽക്കൂടെയാണ് ചെയ്തെടുക്കുന്നത്? പത്രോസിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കുന്നത്. ഇനി ആറാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് ഫിലിപ്പിയ പട്ടണത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പൗലോസ് അവിടെ 2 കുടുംബത്തെ സ്നാനം കഴിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെയൊക്കെയാണ്? ലുദിയായുടെ കുടുംബവും
കാരാഗ്രഹ പ്രമാണിയും കുടുംബം. ലൂദിയായുടെ കുടുംബം നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം 16-15 വാക്യം വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 16-15. കർത്താവിന്റെ ഹൃദയം തുറന്നു, അവൾ കുടുംബം സ്നാനമേറ്റ ശേഷം നിങ്ങളുടെ കർത്താവിൽ വിശ്വസ്ത എന്ന് ഓക്കെ, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു, അവൾ കുടുംബവും എന്ത് ചെയ്യുന്നു? സ്നാനമെടുക്കും. ഇനിയും 16-ാം അധ്യായത്തിൻ്റെ 32-33 വാക്യങ്ങൾ. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവരുടെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി പ്രായത്തിലുള്ളവരെല്ലാവരും അവരും താമസിയാതെ സ്നാനമെടുക്കും. അപ്പം ഫിലിപ്പ പട്ടണത്തിൽ വെച്ച് പൗലോസിൻ്റെ ശുശ്രൂഷ സമയത്ത് 2 ഗ്രൂപ്പുകൾ സ്നാനമെടുക്കുന്നുണ്ട്. ഒന്ന് ലുദിയായും കുടുംബവും, 2 കാരാഗ്രഹ പ്രമാണിയും കുടുംബം. അത് 6ാമത്തെ സംഭവം. ഇനി 7ാമത്തെ സംഭവം കൊരിന്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 18-8 വാക്യം വായിക്കാമോ? പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസും തൻ്റെ സകല കുടുംബവും അവിടെയുള്ള അനേകരും എന്ത് ചെയ്യുന്നു? സ്നാനം എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു 18-ാം അധ്യായത്തിൽ. പിന്നെ കാണുവാൻ കഴിയുന്നത് ഗായോസ് കൊരിന്തിൽ വെച്ച് സ്നാനം വിളിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-15 വാക്യം. 1 കൊരിന്ത്യർ 1-15 വാക്യം. സ്തോത്രം ചെയ്യും. 1 കൊരിന്ത്യർ 1-16 വാക്യം കൂടെ. ഓക്കെ, അപ്പോൾ ഇവിടെ പൗലോസ് പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസിനെയും അവിടെ ഉണ്ടായിരുന്ന പലരെയും സ്ഥാനപ്പെടുത്തുന്നു. ഗായോസിനെ പൗലോസ് സ്നാനം കഴിപ്പിക്കുന്നു. സ്തെഫാനോസിനെ പൗലോസ് സ്നാനം കഴിക്കുന്നു. ഇത് 7ാമത്തെ സ്ഥലത്തെ സ്നാനമാണ്. ഇനി 8ാമതായിട്ട് സ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 3-5 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ എഫെസോസിൽ വേറൊരു ഗ്രൂപ്പ് സ്ഥാനം വിളിക്കുന്നു. അവരുടെ ചോദിക്കുക, നിങ്ങൾ ആരുടെ സ്ഥാനമാണ് ഏറ്റത്? അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ യോഹന്നാൻ്റെ സ്ഥാനമാണ് ഏറ്റത്. യോഹന്നാൻ്റെ സ്ഥാനത്തെ പ്രത്യേകത എന്താണ്? യോഹന്നാൻ്റെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത മാനസാന്തര സ്ഥാനമാണ്. ഒരു ജനത്തെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരുക്കിയെടുക്കുക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തു കൽപ്പന സ്ഥാനം എന്ന് പറയുന്നത് അവൻ്റെ മരണം അടക്ക പുനരുത്ഥാനങ്ങളോട് ശരിയാണ്. അപ്പോൾ ഇവിടെ എഫെസോസിൽ വെച്ച് പൗലോസ് യോഹന്നാൻ്റെ സ്ഥാനം ഏറ്റവരെ ഇവിടെ സ്ഥാനം കഴിപ്പിക്കുക ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം, ഈ 8 ഭാഗങ്ങളായിട്ട് കാണുവാൻ കഴിയുന്നത് എല്ലാവരുടെ സ്ഥാനം എങ്ങനെയായിരുന്നു? വചനം കേട്ടു, വിശ്വസിച്ചു, വിശ്വസിച്ചവരെ സ്നാനം കഴിപ്പിച്ചു. ഏത് ഭാഗത്ത് കടന്നു ചെന്നാലും വചനം കേട്ട് അനുസരിച്ച് വിശ്വസിച്ചവരെയാണ് സ്നാനം കഴിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, അഥവാ സുവിശേഷം നന്നായി കേട്ട് മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ അവരെ സ്നാനം കഴിപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ യോഹന്നാന്റെ സ്നാനത്തിൻ്റെ പ്രത്യേകത, അത് രക്ഷയ്ക്ക് വേണ്ടി, അഥവാ രക്ഷിക്കപ്പെട്ടവരെ അല്ല യോഹന്നാന്റെ സ്നാനം, മറിച്ച് മാനസാന്തര സ്നാനമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു പഠിപ്പിച്ച സ്നാനം എന്താണ്? അത് വിശ്വാസ സ്നാനം. അപ്പോൾ യോഹന്നാന്റെ സ്ഥാനത്തെ ആര് പരിഗണിച്ചില്ല? അപ്പോസ്തലനായ പൗലോസ് പരിഗണിച്ചില്ല. എന്നാൽ ആരുടെ കൽപ്പനയായ സ്ഥാനമാണ് പൗലോസ് നടത്തിയത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞായിരിക്കുന്ന കൽപ്പനയാകുന്ന സ്ഥാനമാണ് പൗലോസ് നടത്തിയത്. അപ്പോൾ ഇവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത്, വചനം കേട്ടു, അനുസരിച്ചു, വിശ്വസിച്ചു, രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവരെയാണ് ഇവിടെ എല്ലാം നമുക്ക് സ്നാനം കഴിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പല സന്ദർഭങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും പ്രിയ സഹോദരിമാരൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്ന് അറിയുവാൻ കഴിഞ്ഞ് വളരെ സന്തോഷമാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഇനി മുതൽ കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കുന്ന ആ സമയം മുതൽ
എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജീവൻ്റെ പുതുക്കത്തിൽ നിങ്ങൾ വളരുവാൻ പോവുകയാണ്. ഒരു പുതിയ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ജീവിതത്തിൽ തുറക്കുകയാണ്. ഇതുവരെയുള്ള ജീവിതത്തെ പോലെയല്ല, ഒരു പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ്. ധന്യമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ദൈവം ഒരുക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന? ഇനി മുതൽ പഴയ സ്വഭാവ രീതികളോട് എന്നേക്കുമായിട്ട് നമ്മൾ വിട പറയണം. ഒരുപാട് സ്വഭാവവിശേഷത നമ്മളിലുണ്ട്. ആ പഴയ സ്വഭാവങ്ങൾ ദൈവവചനവുമായിട്ട് വൈരുദ്ധ്യമാകുന്നു എങ്കിൽ അതിനെ നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പാപത്തോട് എന്നേക്കുമായിട്ട് അകന്നു നിൽക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഏതെല്ലാം പ്രശ്നങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും, എവിടെയായിരുന്നാലും, ഏത് മേഖലയിലായിരുന്നാലും നമ്മുടെ ക്രിസ്തീയ മൂല്യത്തെ, ആ ക്രിസ്തീയ വിശുദ്ധിയെ നിങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തിയിലും നാം പങ്കെടുക്കുവാനായിട്ട് പാടില്ല. നമുക്കറിയാം, ദൈവം നമുക്ക് ചില അതിർവരമ്പുകൾ നൽകിയിട്ടുണ്ട്. ആ അതിർവരമ്പുകൾ കടന്നൊരിക്കലും ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തിയിലും ദൈവമക്കളെ ഇടപെടുവാനായിട്ട് പാടില്ല. അത് നമുക്ക് ദോഷമായി തീരും, അത് സഭയ്ക്ക് അത് അപമാനമായി. അതുകൊണ്ട് ദൈവമക്കൾ അഥവാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ദൈവസഭയ്ക്ക് ദൈവവചനത്തിൻ്റെ പ്രമാണത്തിന് വൈരുദ്ധ്യമായിട്ട് ഒരു കാര്യങ്ങൾ ഇടപെടുവാനായിട്ട് ശ്രമിക്കരുത്. കൂടാതെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിച്ചത് മുതൽ അന്ന് മുതൽ നിങ്ങൾക്ക് സഭ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുവാൻ ലാഭിക്കുന്ന അവകാശവും കൂടി നൽകുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ന്യായമായ തടസ്സങ്ങൾ ഇല്ലാതെ ഉണ്ടാകാതെ ഒരു കാരണവശാലും ദൈവമക്കൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളിൽ കടന്നു വരികയും കർത്തൃമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് പാടുള്ളതും അല്ല. എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? സ്വയം വിലയിരുത്തി എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്ന് വിലയിരുത്തി കർത്താവിൻ്റെ മേശയിൽ നിന്ന് മുടങ്ങാതെ നിങ്ങൾ പങ്കെടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം അതാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. മാത്രമല്ല, അത് ദൈവത്തിൻ്റെ വചനം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും അത് നമ്മൾ ഉരുവിടുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് എപ്പോഴും നന്മയുടെ അനുഭവങ്ങളായിരിക്കത്തില്ല, തിന്മയുടെ അനുഭവങ്ങൾ കൂടി ജീവിതത്തിൽ കടന്നു വരും. എപ്പോഴും സന്തോഷമായിരിക്കത്തില്ല, സന്താപങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും വേർപാടുകളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. ഇതിനെല്ലാം നാം അഭിവരിച്ചാൽ മതിയാകുകയുള്ളൂ. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, തിന്മയ്ക്ക് പകരം തിന്മ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സകല മനുഷ്യരോടും സഭയിലായാലും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ആവോളം കഴിവുള്ളിടത്തോളം സമാധാനത്തോടെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ദോഷം ചെയ്യുന്നവരുണ്ട്, നമ്മൾ എതിർക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആ സമാധാനം നമ്മൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുക. കുറവശങ്ങളൊക്കെ സംഭവിക്കും, തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. മനുഷ്യനായിരിക്കുമ്പോൾ ചില ബലഹീനതകളും കുറവുവശങ്ങളും സംഭവിക്കും. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഈ കുറവുവശങ്ങൾ, ഈ പരാജയങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അനുദപിക്കണം. ഒരു കാരണവശാലും തെറ്റുകളെ മൂടി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകരുത്. അത് വലിയ അപകടമായി തീരും. എവിടെയാണ് പരാജയപ്പെട്ടത്, എന്താണ് സംഭവിച്ചത്, ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരോട് ചെന്ന് പറയാതെ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമേൽ നിന്ന് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അത് റെക്ടിഫൈ ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ അത് വലിയ തടസ്സമായി, വലിയ പ്രയാസമായി നമുക്ക് തീരുവാനായിത്തീരും. മാത്രമല്ല, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാ ജീവിതം ഉള്ളവരായിരിക്കണം. കുടുംബ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്, അറിയാം, അതെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയെ കൂടി ആവശ്യമാണ്. ഏത് സമയമാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് പ്രഭാതത്തിലാണോ രാത്രികാലങ്ങളിലാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഏത് സമയത്താണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ആ സമയത്ത് നിങ്ങൾ തനിയെ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കടപ്പെട്ടവരാണ്. അനേകരെ ഓർത്ത്, അനേക വിഷയങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കേണ്ടതുള്ള ദൈവമായിട്ട് ആ നല്ല കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ കാത്തു സൂക്ഷിക്കണം.
ആ നിരന്തരമായ ആ കമ്മ്യൂണിക്കേഷൻ, ആ ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ആ ബന്ധത്തിനൊരിക്കലും അത് കുറവ് സംഭവിക്കാനായിട്ടോ വഷളായി പോകാനായിട്ടോ ഇടയാകരുത്. എപ്പോഴും ദൈവവുമായിട്ടുള്ള ആയിരിക്കുന്ന ആ ബന്ധം നിങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ, നാളെ നിങ്ങളുടെ സ്ഥിതി എങ്ങനെയായിത്തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തും. നല്ല വിദ്യാഭ്യാസം, നല്ല ഉയർച്ചകൾ, നല്ല നന്മകൾ, ഉയരങ്ങളിലോട്ട് നിങ്ങളെ ദൈവം കൊണ്ടെത്തി. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നായിരിക്കുന്ന ഈ മാതൃസഭയെ നിങ്ങളെ എപ്പോഴും ഓർക്കണം. ഈ സ്ഥിതിയിലോണ്ട് എത്തിച്ചത് നിങ്ങളെ മാതൃസഭയാണ്. അതുകൊണ്ട് എന്തെല്ലാം നിലയിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും നന്മകളും നൽകുന്നോ അതിൻ്റെ ഒരംശം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീനെന്നാണ് നവജീവനം പഠിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ നിങ്ങൾ വളർന്നു വന്ന സ്ഥലസഭയെയും നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നവരെയും ദൈവത്തിൻ്റെ ദാസന്മാരെയും കർത്താവിൻ്റെ വേലയും സ്നേഹിക്കുകയും ആവോളം ദൈവം എങ്ങനെയാണ് നിങ്ങളെ പ്രകാശം നൽകുന്നത് അതിനനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് മനസ്സുള്ളവരും ആയിരിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ള വളരെ ആത്മാർത്ഥമായി ഞാൻ ഉറപ്പിക്കട്ടെ. മാത്രമല്ല, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക, സമാധാനമുള്ളവരായിരിക്കുക. ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, പക്ഷേ മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാം വരുമ്പോൾ നമുക്ക് സന്തോഷം ഉള്ളവരായി. പൗലോസ് പറഞ്ഞ എന്താണ് ഫിലിപ്പിയ വിശ്വാസികളോട്? സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, അല്ലേ? എപ്പോഴും സന്തോഷിക്കുക, എപ്പോഴും സന്തോഷിക്കുക. ഒരു ദുഃഖ മുഖത്തോടുകൂടി ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ദുഃഖം നമുക്കുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ സന്തോഷിക്കുവാനായിട്ട് ഇടയായിത്തീരുക. എല്ലാത്തിനും സന്തോഷിക്കുക, ശാന്തത ഉള്ളവരായിരിക്കുക, സമാധാനമുള്ളവരായിരിക്കുക. അത് മാത്രമല്ല, മറ്റുള്ളവരെ പറ്റി ഒരിക്കലും മോശമായിട്ട് പറയുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. മറ്റുള്ളവരുടെ പോസിറ്റീവുകൾ മാത്രം പറയുക, പോസിറ്റീവ് മാത്രം. നെഗറ്റീവ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യരും നെഗറ്റീവ് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ നെഗറ്റീവ് ഉള്ളവർക്കും എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്. ആ പോസിറ്റീവ് കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെപ്പറ്റി പറയുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ നന്മ നാം ആഗ്രഹിക്കുക. അങ്ങനെ ധന്യമായിട്ടുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത് നിങ്ങൾ സഭ നടത്താൻ പോകുന്ന സ്ഥാന ശുശ്രൂഷ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രഥമമായി പ്രാർത്ഥിക്കും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം വളരെ ധന്യമായി അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ നോക്കണം. കർത്താവ് സഹായിക്കട്ടെ. നല്ല ഒരു പ്രത്യാശ ഉള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നും ഞാൻ ഇരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.